ഹരേ കൃഷ്ണൻ. എന്താണ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്? അതില്ല അച്ഛ, ഞങ്ങള് ഒരു ഓൺലൈനിൽ ഒരു ന്യൂസ് കണ്ടതാ. അപ്പോ ഒരു കുട്ടിക്കാണെങ്കിൽ ഇപ്പൊ SSLC റിസൾട്ട് വന്നല്ലോ, ഒരു കുട്ടിക്കാണെങ്കിൽ ഫുൾ A+. അപ്പൊ അവരുടെ മാതാപിതാക്കൾ, അച്ഛനമ്മമാര് ഈ കേക്ക് വാങ്ങിച്ച് ആഘോഷിച്ചു. അതേ സമയത്ത് വേറൊരു വീട്ടില് ഒരു കുട്ടി തോറ്റു. അപ്പൊ ആ കുട്ടീന്റെ വീട്ടിലും ഇതേപോലെ കേക്ക് വാങ്ങിച്ച് ആഘോഷിച്ചു. അതായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുണ്ടായത്. അതിലെ കുട്ടിയുടെ അഭിപ്രായം എന്താ? എനിക്ക് രണ്ടാമത്തെ ആഘോഷമാണ് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത്. കാരണം തോക്കുന്നവരെ സഹായിക്കാനും ആൾക്കാര് വേണ്ടേ. പരീക്ഷ എഴുതുന്ന കുട്ടികൾ എല്ലാവരും ഒരേ സാഹചര്യത്തിൽ നിന്നല്ല വരുന്നത്. ചിലര് നല്ല പണമുള്ള വീട്ടിൽ നിന്ന് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വന്ന് പരീക്ഷ എഴുതും. ചിലര് വീട് പോലും ഇല്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, കിടന്നുറങ്ങാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ വീട്ടിൽ ചില പ്രശ്നങ്ങൾ കാരണം അത് അനുഭവിച്ച് സഹിച്ച് പഠിക്കാനൊന്നും പറ്റാതെ എന്നാൽ എങ്ങനെയെങ്കിലും പരീക്ഷയൊക്കെ പാസ്സായി ഒരു നല്ലൊരു ജോലി കിട്ടണം എന്ന ആഗ്രഹത്തില് സ്വപ്നങ്ങളും എല്ലാവിധ പ്രതീക്ഷകളും വെച്ച് എഴുതുന്നു. പക്ഷെ അവര് മറ്റുള്ള കുട്ടികളെ പോലെ പ്രിപ്പയർ ചെയ്യാൻ സാഹചര്യം കിട്ടിയവരായിരിക്കില്ല. പക്ഷെ പരീക്ഷ എഴുതി കഴിയുമ്പോൾ മാർക്ക് വരുമ്പോൾ നമ്മൾ പത്രത്തില് അതിന്റെ റിസൾട്ട് നോക്കുമ്പോൾ ശരിക്കും മനസ്സിൽ വരുന്നത് എല്ലാം ഒരേ സാഹചര്യത്തിൽ ഇരുന്ന് എഴുതിയ കുട്ടികൾ, ചിലർക്ക് മാർക്ക് കൂടുതൽ, ചിലർക്ക് മാർക്ക് കുറവ് എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്നു എന്നാണ്. അത് ശരിയല്ല. യഥാർത്ഥത്തില് പരീക്ഷ എഴുതുന്ന സാഹചര്യവും അവർക്ക് കിട്ടിയ മാർക്കും അതാണ് വിലയിരുത്തപ്പെടേണ്ടത്. അത് വിലയിരുത്താൻ ഒരു സംവിധാനം നമുക്ക് ലഭ്യമല്ല. അത് യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഇപ്പോ റൊണാൾഡോ ആയാലും പഠിത്തത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മാർക്കിന്റെ പേരിലല്ല അറിയപ്പെടുന്നത്. ഇപ്പൊ ഒരാളും സെലിബ്രിറ്റീസ് ആരായാലും ഭാവിയിൽ മാർക്കിന്റെ പേരിലോ പഠിത്തത്തിന്റെ പേരിലോ ഒന്നും അറിയപ്പെടാൻ പോകുന്നത്. സാഹചര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് എനിക്ക് അറിയുന്ന ഒരു കുട്ടി എക്സാം എഴുതാൻ പോവായിരുന്നു. പോകുന്ന വഴിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അത്യാവശ്യം മുറിവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോയി എക്സാം എഴുതിയിട്ട് വന്നു. ആ കുട്ടിക്ക് എങ്ങാനും മാർക്ക് കുറഞ്ഞിരുന്നെങ്കിൽ എക്സാം എഴുതിയത് മാത്രമേ അവിടെ വിഷയമാവുള്ളായിരുന്നു. ആ ആക്സിഡന്റ് നടന്നപ്പോഴുള്ള ആ കുട്ടിയുടെ മാനസികാവസ്ഥയോ ഒന്നും ഇവിടെ വിഷയമാവില്ലായിരുന്നു. ശരിക്കും പരീക്ഷ ഒരു ബാലവേലയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ ടച്ച, സ്കൂൾ എന്ന് പറയുമ്പോ ശരിക്കും ഒരു ബാലവേല. കാരണം രാവിലെ 7 മണി 5 മണിക്ക് എഴുന്നേക്കണം. പിന്നെ അതും കഴിഞ്ഞ് 8:30 സ്കൂളിലെത്തണം. അതിനിടയ്ക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു കാര്യം നേരെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എത്തുമ്പോ ചിലപ്പോ ലേറ്റ് ആവുമ്പോ ടീച്ചർമാരുടെ വക ചീത്ത വിളി. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ട്യൂഷൻ ഉള്ളവർക്ക് ട്യൂഷൻ. അത് കഴിഞ്ഞ് പിറ്റേന്നേക്കുള്ള പഠിക്കണം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ വയ്ക്കുന്ന ശനിയാഴ്ച ശനിയാഴ്ച ചിലപ്പോ ട്യൂഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഞായറാഴ്ചന്റെ പിറ്റേന്ന് പറയുമ്പോൾ തിങ്കളാഴ്ചയാണ്. അപ്പൊ അതിന് പിറ്റേന്നൊക്കെ ഉള്ള ഹോംവർക്ക്, അസൈൻമെന്റ്, പിന്നെ പഠിക്കണം. ചുരുക്കി പറഞ്ഞാൽ സ്കൂൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ബാലവേല തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ പുസ്തകം തുറന്ന് പരീക്ഷ എഴുതാൻ സമ്മതിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജപ്പാൻ പോലെയുള്ള ടെക്നിക്കലി വളരെ വികസിതമായിട്ടുള്ള പല രാജ്യങ്ങളിലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എക്സാം തന്നെയില്ല. അതേപോലെ തന്നെ വേറെ പല രാജ്യങ്ങളിലാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് കൂടുതൽ പഠിക്കാനാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവിടത്തെ പോലെ പരീക്ഷ വലിയൊരു സംഭവമാണ് എന്നല്ല പറയുന്നത്. പരീക്ഷയൊക്കെ എഴുതി പാസ്സായി നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഡോക്ടേഴ്സ് അവർ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അഭിഭാഷകര്, ജഡ്ജിമാര്, ഇവരെല്ലാം അവരുടെ പ്രൊഫഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നന്നായി റെഫർ ചെയ്ത് നന്നായി പുസ്തകങ്ങളൊക്കെ ഇപ്പൊ പരിശോധിച്ച് അതിൽ നിന്നും നോട്ടുകൾ ഉണ്ടാക്കി പിറ്റേ ദിവസം പ്രസന്റ് ചെയ്യണം. അത് നോക്കി കാണാതെ ഒരു പഠിച്ച ജോലി ചെയ്യുന്നവര് പൂജാരികളാണ്. അത് മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണ് ആ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന്
ഈശ്വരനെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇതാണ് ഈശ്വരനെ കണ്ടെത്തി കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുന്ന യാഥാർത്ഥ്യം. ഇവിടെ പരീക്ഷ എഴുതിക്കേണ്ടത് ഇനിയെങ്കിലും പുസ്തകം തുറന്നു വെച്ച് അതിൽ വരുന്ന ചോദ്യങ്ങളെ ഏത് ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കി ആ ഉത്തരങ്ങൾ എഴുതാൻ കുട്ടികൾ പ്രാപ്തരാവുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞാൽ വികസിത രാജ്യങ്ങളിലെ കുട്ടികളെ പോലെ എന്ത് സമയത്ത് എന്ത് റെഫർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന വ്യക്തമായ അറിവ് അവർക്ക് ഉണ്ടാവുകയും അവര് അത് ചെയ്യാനുള്ള പുസ്തകത്തോടുള്ള ഇഷ്ടം അവർക്ക് കൂടുതലാവുകയും അവര് മറ്റു കുട്ടികളെ പോലെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് പുസ്തകം എന്ന് പറയുമ്പോൾ ഭയമാണ്. ഇത് കാണാതെ പഠിച്ചെഴുതണമല്ലോ എന്ന പേടിയാണ്. അത് ഒഴിവായി പുസ്തകങ്ങളെ റെഫർ ചെയ്ത് എഴുതാനുള്ള ആ ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവുകയും പുസ്തകങ്ങളെ ഇഷ്ടപ്പെടാൻ കൂടുതൽ റെഫർ ചെയ്യാൻ കൂടുതൽ അപ്ഡേറ്റഡ് ആവാൻ അവർ ശ്രമിക്കുകയും ചെയ്യും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ തോന്നിയിട്ടുള്ളത്. പരീക്ഷ കുട്ടികളിൽ ഭീതി ജനിപ്പിച്ച് അവരെ നിയന്ത്രിച്ചു നിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം പോലെയാണ് നമ്മുടെ രാജ്യത്ത് എല്ലാവരും അതിനെ കാണുന്നത്. അതിൽ നിന്ന് മാറി പരീക്ഷ കുട്ടികളുടെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാക്കി മാറ്റണം എന്ന് തന്നെയാണ് നമുക്ക് ഈശ്വരനാമത്തിൽ എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.